സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. ജില്ലയിലെ വിവിധ സ്ഥാനാർത്ഥികളും പ്രമുഖരും ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷമെടുത്താൽ 2016 ജനങ്ങൾ നൽകിയതിനേക്കാളും കൂടുതൽ സീറ്റാണ് 2021 LDFന് നൽകിയത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. നമുക്ക് ഒരു വികസിത കേരളം, അതാണ് ഞങ്ങൾ LDF പറഞ്ഞ നവകേരളം. അത് ഒരു സ്വപ്നമല്ല, സാധ്യമാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് നമുക്ക് നീങ്ങാം. 2031 കേരളം എങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി. പ്രതിസന്ധികൾക്കിടയിലും വളരെ കൃത്യതയോടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ LDFന് കഴിഞ്ഞു. LDFനെ പൊളിക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ഫലം ലഭിക്കില്ല. ഞങ്ങൾ എപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്നും ജനങ്ങൾ ഞങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ കൃത്യതയോടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ LDFന് കഴിഞ്ഞുവെന്നും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും ജനങ്ങളാകെ കാണുകയാണ്. ഇതാണ് LDFൻ്റെ കരുത്ത്. ഈ കരുത്തിനെ പൊളിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ഫലം കിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. പൈസയും വർഗീയതയും കൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. രാവിലെ 8 മണിയോടെ കുടുംബത്തോടൊപ്പം എത്തിയാണ് പിണറായി RC അമല ബേസിക് UP സ്കൂളിലെ 194 നമ്പർ ബൂത്തിൽ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.